ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. ഇന്ന് ഞാൻ കാട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളോട് എൻക്ലെക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതിനു മുന്നേ എൻക്ലെക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എവറി ഇയർ എൻക്ലെക്സ് ഇങ്ങനെ റിവ്യൂ ഒക്കെ നടത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻക്ലെക്സ് എത്ര ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സാം ആണ് എൻക്ലെക്സ് ഏത് രാജ്യത്തേക്കൊക്കെയാണ് വേണ്ടത്, ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻക്ലെക്സ് ഇപ്പം കറൻ്റ്ലി 3 കൺട്രീസിലേക്കാണ് വേണ്ടത്. US, ഓസ്ട്രേലിയ ആൻഡ് കാനഡ, ഈ 3 രാജ്യത്തേക്കാണ് ഇപ്പം എൻക്ലെക്സ് വേണ്ടത്. നിങ്ങൾ എവിടുന്ന് എൻക്ലെക്സ് എക്സാം എഴുതിയാലും, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എഴുതാം, നിങ്ങൾക്ക് US വന്നിട്ട് എഴുതാം. ഞാനിപ്പോൾ US വന്നിട്ടാണ് എൻക്ലെക്സ് എഴുതി പാസ്സായത്. അപ്പം നിങ്ങൾക്ക് എവിടുന്ന് എക്സാം എഴുതിയാലും ഏത് കൺട്രീസിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതെങ്കിലും എക്സാം സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ അതെല്ലാം എല്ലാ കൺട്രീസിലേക്ക് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാനുള്ള പ്രോസസ്സിങ് അങ്ങനത്തെ ഉള്ളത് എല്ലാ കൺട്രീസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടേക്കുന്നത് ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും ഒക്കെ വേറെ ക്ലിനിക്കൽ ടെസ്റ്റ് അങ്ങനെ സംതിങ് ഉണ്ട്. പക്ഷേ US അങ്ങനെയൊന്നുമില്ല. എൻക്ലെക്സ് പാസ്സായാൽ മാത്രം മതി. അതിന് എക്സ്ട്രാ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അസോസിയേറ്റഡ് വേറെ ക്ലിനിക്കലോ ടെസ്റ്റോ വേറെ കാര്യങ്ങളോ ഒരു ടെസ്റ്റും US ഇല്ല കേട്ടോ. എൻക്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ എൻക്ലെക്സ് ജയിക്കാം, അല്ലെങ്കിൽ ഇത്ര ഞാൻ പഠിച്ചാൽ എൻക്ലെക്സ് ജയിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻക്ലെക്സിന് ബാധകമല്ല. അതൊരു വേറൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് എക്സാമാണ്. കമ്പ്യൂട്ടറാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ ലെവലും നമുക്ക് അറിയാവുന്ന എല്ലാം അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. ഞാൻ സ്പെൻഡ് ചെയ്ത അത്രയും ടൈമൊന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചോ, അപ്പോഴേക്കും കമ്പ്യൂട്ടർ വിചാരിക്കും, ഈ കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ അതിനൊക്കെ ഒരു ലെവൽ അപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശരിയാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങളെ പാസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റാക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ വിചാരിക്കും, ഈ ക്വസ്റ്റ്യൻ അത്ര അറിഞ്ഞുകൂടാ, എന്നാൽ കുറച്ച് ഈസി ക്വസ്റ്റ്യൻ കൊടുക്കാമെന്ന്. അപ്പോൾ ആ ഈസി ക്വസ്റ്റ്യൻ ഇൻ കേസ് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലോ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുക. അന്ന് വിചാരിച്ച് അറിയത്തില്ലെന്നോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. എൻക്ലെക്സിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ വിചാരിക്കും, ഇതെനിക്ക് അറിയാൻ പാടില്ലെന്ന്. പക്ഷേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇപ്പം ഞാൻ കേട്ടേക്കുന്നത് എൻക്ലെക്സിൻ്റെ എക്സാം കുറച്ചും കൂടെ ഇങ്ങനെ ഹാർഡർ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിപ്പം എപ്പോഴും ചേഞ്ചസ് വരുമ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതൊന്നും നിങ്ങൾ മൈൻഡ് അടിക്കേണ്ട. എൻക്ലെക്സ് എക്സാം എന്താണെങ്കിലും പാസ്സാവാൻ പറ്റും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങളുടെ ക്ലിനിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ ജഡ്ജ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ തിയറി കാണാപ്പാടം പഠിച്ചിട്ട് വേറെ എക്സാമൊക്കെ എഴുതുന്ന പോലെ എൻക്ലെക്സ് പാസ്സാകാൻ പറ്റത്തില്ല. കുറച്ച് തിങ്കിങ് വേണം. എപ്പോഴും അവരൊരു സിനാരിയോ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗ് ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ തിങ്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. എൻക്ലെക്സ് പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഫുൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാപ്പാടം പഠിച്ച് അങ്ങനെ എൻക്ലെക്സ് എഴുതാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കുറച്ച് സംഭവങ്ങളെ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്ക് അതിൻ്റെ ഒരു കീ പോയിൻ്റ് ആയിരുന്നു റിവ്യൂയിങ്. ബിക്കോസ് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പഠിക്കുമ്പോൾ മറന്നു പോകാനുള്ള ഇതുണ്ടല്ലോ. അപ്പം നിങ്ങൾ എവറി ഡേ അടുത്തടുത്ത് പഠിക്കുമ്പോഴേക്കും ഇതിന് മുന്നേ പഠിച്ച സംഭവങ്ങൾ റിവ്യൂ ചെയ്ത് പോവുക. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും. ഇനി നമുക്ക് മെയിനായിട്ട് ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ എൻക്ലെക്സിന് ടോട്ടൽ 145 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 150 ആണ്, 145 മാറ്റിയോന്ന് എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. പക്ഷേ ഏകദേശം 145-150 അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. പക്ഷേ അത് നിങ്ങൾ മൈൻഡ് അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേറൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കമ്പ്യൂട്ടറാണല്ലോ ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 85 ക്വസ്റ്റ്യൻസ് എത്തുമ്പോഴേക്കും കമ്പ്യൂട്ടർ അനലൈസ് ചെയ്തിട്ട് നോക്കും. ഇത്രയും പെർഫോം ചെയ്തതിൽ ജയിക്കാനുള്ള ചാൻസ് ഉണ്ടോ, ഈ കൊച്ച് നന്നായിട്ടാണോ പെർഫോം ചെയ്തേക്കുന്നത് ആണെന്ന് കമ്പ്യൂട്ടറിന് തോന്നിയാൽ 85 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഷട്ട് ഓഫ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊരു നല്ല ഐഡിയ, ഒരു നല്ല അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എത്ര നേരം കൊണ്ടാണോ നിങ്ങൾ 85 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോരാം. കമ്പ്യൂട്ടർ ഷട്ട് ഓഫ് ആയി പോകുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാസ്സായെന്ന് മാത്രമല്ല, പാസ്സാവാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. കാരണം ചിലപ്പം കമ്പ്യൂട്ടർ തിങ്ക് ചെയ്യും,
ഒട്ടും അങ്ങോട്ട് പെർഫോമൻസ് ഇല്ല, ഇനി അവനങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തിങ്ക് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. അതുകൊണ്ട് ഫുൾ പാസ് എന്ന് പറയാനൊക്കത്തില്ല, അതൊരു സംഭവമാണ്. പിന്നെ ടോട്ടൽ ഈ എക്സാമിൻ്റെ അവേഴ്സ് ടോട്ടൽ 5 hours-ആണ്. 5 hours-നുള്ളിൽ നിങ്ങൾ 150 ക്വസ്റ്റ്യൻസ് എടുത്ത് തീർത്താൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ബ്രേക്കിന് പോകാം. ഞാനാണെങ്കിൽ ഞാൻ എഴുതിയ സമയത്ത് 75 ആയിരുന്നു കട്ട് ഓഫ് കേട്ടോ. എൻ്റെ 75-ലൊന്നും കട്ട് ഓഫ് ആയില്ല. അപ്പോഴേക്കും ഒരു 75 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മടുത്തു. ഞാൻ കുറച്ചും കൂടെ ചെയ്തിട്ട്, നിങ്ങൾക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതരുത്. എപ്പോഴും ഇതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യങ്ങൾ ആവശ്യമായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്ട്രെസ് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനൊക്കത്തില്ല. നിങ്ങളുടെ 5 hour ടോട്ടൽ സമയത്തിനുള്ളിൽ അകത്ത് നിങ്ങൾക്ക് ബ്രേക്കൊക്കെ എടുക്കാം വെളിയിൽ പോയിട്ട്. ഞാൻ ആക്ച്വലി വെളിയിൽ പോയി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ടൈം സ്റ്റോപ്പ് ആവത്തില്ല. നിങ്ങൾക്ക് ബ്രേക്കിന് 5 minute എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ടൈമൊന്നുമില്ല. ഈ ടൈമിനകത്തുനിന്ന് നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ഭയങ്കര തിങ്കിങ് വേണമല്ലോ. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾ വെളിയിൽ പോയി ഒന്നൊരു ഡീപ്പ് ബ്രത്തൊക്കെ എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, ഞാൻ അങ്ങനെയാണ് പാസ്സായത്. ഓക്കെ, ഞാൻ എഴുതിയ സമയത്ത് ഈ 75 ഞാൻ എഴുതിയപ്പോൾ 75 ആയിരുന്നു, ഇപ്പോൾ 85 ആണ്. അതിൻ്റെ അത് കമ്പ്യൂട്ടർ ഇങ്ങനെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഇൻ ബിറ്റ്വീൻ ഇടും. അതെന്താ ഞാനിപ്പോൾ പറയാൻ കാര്യം ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ NCLEX അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയി എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ആ സമയം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു, ഒരു ബന്ധമില്ല, ഒരു പിടിയില്ലാത്ത, അപ്പോൾ ഓവർ സ്ട്രെസ് ചെയ്യരുത്. കാരണം കമ്പ്യൂട്ടർ ഇതിൻ്റെ അകത്ത് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇടും. അത് അവർക്ക് ഫ്യൂച്ചറിലൊക്കെ യൂസ് ചെയ്യണോ, അത് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ മാർക്കിൽ അത് കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ദൈവമേ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇത് ചിലപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ആശ്വസിച്ചിട്ടുണ്ട്. അപ്പം അതും ഒരു അങ്ങനെ ഓവർ സ്ട്രെസ് ഒന്നും ഇതിനകത്ത് എടുക്കരുത്. ഓക്കെ, പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ 85 ഷട്ട് ഡൗൺ ആയാലും അല്ലെങ്കിൽ 150 ഫുൾ കഴിഞ്ഞിട്ട് ആ ഷട്ട് ഡൗൺ ആയാലും, അത് കഴിഞ്ഞ് 85 കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറിനുള്ളിൽ വേണമെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഫീഷ്യലി നമ്മുടെ ലൈസൻസ് വരാനായിട്ട് ഒരു 4 to 6 വീക്ക് എടുക്കും. അപ്പം പക്ഷേ നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അതിന് മുന്നേ അറിയാൻ പറ്റും. അത് എല്ലാ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ന്യൂയോർക്കിലാണ് എടുത്തത്. ന്യൂയോർക്കിൽ 48 hours-നുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ നോക്കും. അപ്പോൾ ന്യൂയോർക്കിലാണെങ്കിൽ ഒരു $7 എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് 48 hours കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ പാസ്സായോ ഫെയിലായണോ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വേറെ സ്റ്റേറ്റിനൊക്കെ 72 hours ഒക്കെ ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് NCLEX-നെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ NCLEX-ന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് CGFNS എന്ന് പറയുന്ന ഏജൻസി ത്രൂ ഞാൻ ചെയ്തത്. അതിനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നോട് കുറേ പേർക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിങ്ങൾ അഞ്ജു സ്പൈസ് ഗാർഡൻ CGFNS എന്ന് അടിച്ചു കൊടുത്താൽ അത് വരും കേട്ടോ. CGFNS പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CGFNS-ൻ്റെ പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് നമുക്ക് ATT, അതായത് അതോറൈസേഷൻ ടു ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്ന അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 months-നുള്ളിൽ നിങ്ങൾ എക്സാം എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ എക്സാമിന് റെഡി അല്ല, നിങ്ങൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ATT എടുക്കുന്നതിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ATT എടുക്കണ്ട. ഓക്കെ, നിങ്ങൾക്കിപ്പം കുറച്ചും കൂടെ ടൈം വേണം എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ ATT എടുക്കാതിരുന്നാൽ മതി. നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പോൾ ATT എടുത്താൽ ATT കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3 months-നുള്ളിൽ എക്സാം എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഫുൾ നേഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് തന്നെ, എനിക്ക് ഒത്തിരി ഡൗട്ട്സ് വരുന്നതുകൊണ്ട് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഇവിടുത്തെ ജോലിയും അങ്ങനത്തെ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് വർക്കിംഗ് അവേഴ്സ് അതെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത് എനിക്ക് കുറച്ച് സപ്പോർട്ടും കുറച്ച് ഹാപ്പിനെസ്സും ഒക്കെ തരുന്ന സംഭവമാണ്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഒത്തിരി നഴ്സുമാർ ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ.